ഞാൻ ഇന്നലെ ഗൗരി കൃഷ്ണ എന്ന് പറയുന്ന ഒരു സീരിയൽ നടിയുടെ ഒരു ഇത് കാണാനിടയായി. അതായത് അവർ വേർപിരിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വർഷം മുന്നെയാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് വിവാദപരമായി ഭയങ്കര ആഘോഷിക്കപ്പെട്ട ഒരു കല്യാണമായിരുന്നു. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരി കൃഷ്ണ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എന്താ പറയേണ്ടത് ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നതായിരുന്നു. എന്താ വെച്ചാൽ ഭർത്താവിനോടുള്ള സ്നേഹവും കരുതലും കാരണം ഇങ്ങനെ എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. ഓവറായിട്ട് എന്ന് പറഞ്ഞാൽ കുലസ്ത്രീ പരിവേഷം കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം ബോറ് തന്നെയാണ്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണ് ഈ സീരിയൽ നടിമാരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്? അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ആഘോഷിച്ചങ്ങ് കല്യാണം കഴിക്കും. കുറച്ച് കഴിഞ്ഞാലുണ്ടാവും ഡിവോഴ്സാണെന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്? ഇത് ഈഗോയാണോ, അല്ലെങ്കിൽ ഇവരുടെ അവസരത്തിൻ്റെ പ്രശ്നമാണോ, ഇനി പണത്തിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സീരിയൽ ജീവിതത്തിലേക്ക് വരുന്ന ചില വില്ലന്മാരുണ്ട്. എന്താണെന്ന് വെച്ചാൽ വില്ലന്മാരും വില്ലത്തികളും ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. വില്ലന്മാരെ മാത്രം ഞാൻ പറയുന്നത്, വില്ലത്തികളും ഉണ്ടാകാം. അങ്ങനെ വരുന്ന ആൾക്കാരാണോ? ഇതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. മിക്ക താരങ്ങളുടെയും കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ കട്ടപ്പുകയാണ്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ കല്യാണം കഴിക്കാതിരിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൾ അഭിനയിക്കാൻ പോകുമ്പോഴേക്കും ഓന് സംശയം തുടങ്ങും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാൻ പോകണ്ട, ഇതാ നീ ഓൻ്റെ കൂടെ അഭിനയിക്കേണ്ട, ഇവൻ്റെ കൂടെ അഭിനയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരും. ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സാധാരണ ഇത്രയും പിന്നെ വർഷം അഭിനയിച്ചു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ലൊരു വേഷം കിട്ടുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാൻ പോകാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഭർത്താവുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റും. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട നിലയിലാകും. പിന്നീട് അങ്ങ് ഡിവോഴ്സുമാകും. പിന്നീട് കുറേ നാൾ ഡിപ്രഷനിൽ കിടന്ന് പിന്നീട് നാട്ടുകാരോട് വന്നു പറയും, ഞങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് സുഹൃത്തുക്കളെ, ഞങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്, എന്താണ് ഇതിന് കാരണം. അതുകൊണ്ട് എല്ലാ സീരിയൽ നടിമാരും ഒരു കാര്യം ചെയ്യുക, സീരിയലായാലും സിനിമയായാലും സാധാരണക്കാരുടെ ഡിവോഴ്സ് ഇല്ലടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, അവരുടെയൊക്കെ ഡിവോഴ്സ് ഉണ്ടാകാം. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയത് മാത്രം, അതായത് കുറച്ച് മാത്രം, കൂടുതലൊന്നും ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ കൊട്ടി ആഘോഷിച്ച് കല്യാണം കഴിക്കുന്നവർ മിക്കവാറും എന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അടിച്ചു പിരിയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമാ താരം ഭാമേനെ കണ്ടില്ലേ നിങ്ങൾ? കല്യാണത്തിന് എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. ആ പ്രഹസനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ പിരിഞ്ഞേ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ കാവ്യാമാധവനെ കണ്ടില്ലേ? എന്തൊരു പ്രഹസനമായിരുന്നു കല്യാണം കഴിച്ചിട്ട് ഇത്രയും പൈസ ചിലവാക്കിയ ഒരച്ഛൻ വേറെ ഉണ്ടാവില്ല. കാവ്യാമാധവൻ്റെ അച്ഛൻ തന്നെയാണ്. അതായത് കോടികളാണ് ചിലവാക്കിയിരിക്കുന്നത്. ആ ഒരു പിന്നെ എന്താണ് കാവ്യാമാധവൻ ഈ സിനിമയിൽ അഭിനയിച്ച് കിട്ടിയ പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് കല്യാണത്തിന് പൊടി പൊടിച്ചു എന്നാണ് കേൾക്കുന്നത്. കാരണം മംഗലാപുരത്തുനിന്ന് ഫ്ലൈറ്റായിരുന്നു എവിടത്തേക്ക് കൊച്ചിയിലേക്ക്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അത്ര ഭയങ്കരമായിട്ടുള്ള ഒരാഴ്ച നീണ്ടു നിന്ന കല്യാണമായിരുന്നു. എന്നിട്ട് എന്തായി? പിന്നീട് അങ്ങോട്ട് തന്നെ മൂക്ക് കുത്തി വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേട്ടൻ അതിൻ്റെ ഉള്ളിൽ കയറി കളിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. ഇനി എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി അവരായി അവരുടെ പാടായി പോട്ടെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പല നടിമാരും ഇതുപോലെ തന്നെയാണ്, പല നടന്മാരും ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്നുകിൽ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കുക, ഇല്ലെങ്കിൽ ഇമാതിരി പ്രഹസനത്തിന് പോകാതിരിക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം നോക്കിക്കഴിഞ്ഞാലും പ്രഹസനമാണ്. അതായത് ഇതെന്തോ ഒരു വലിയ സംഭവമാണ്, ഞങ്ങൾ ഇങ്ങനെ കളിച്ചാൽ മാത്രമേ 4 ആൾ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് കുലസ്ത്രീ ആകണം. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കണ്ണിലെടുത്ത് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കൽ, എന്നാൽ പിന്നെ അത് സ്വകാര്യമായിട്ട് ചെയ്താൽ പോരെ. ഇനിയിപ്പോൾ ഭർത്താവിനോടുള്ള സ്നേഹങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ക്യാമറയ്ക്ക് മുന്നിലാണോ? അല്ല, എനിക്ക് അറിയാതുകൊണ്ട് വയ്ക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയോട് സ്നേഹം ഉണ്ടാകും, ഇല്ല ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാകും. അത് 4 ക്യാമറ കാണുമ്പോൾ ഇങ്ങനെ ആക്കുക വേണ്ടതല്ലല്ലോ. നമ്മൾ ക്യാമറ കാണുമ്പോഴാണോ ആക്കേണ്ടത്? അതൊക്കെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ വേണ്ടത് സ്വകാര്യ ജീവിതത്തിലാക്കുക, അതല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു പ്രകസനമായ തരത്തിലെടുത്ത് പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കണ്ണേറ് തട്ടിയതുപോലെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഭയങ്കരമായിട്ട് ഈ പിന്നെ ഒരു കോലാഹലത്തോടു കൂടി വിവാഹം കഴിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു കണ്ണേറ് തട്ടിയ പോലെയാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഗൗരി കൃഷ്ണയുടെ അവസ്ഥ കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയമായി. കാരണം അന്ന് അത്രത്തോളം ഭയങ്കരമായി സന്തോഷിച്ച് അത്രത്തോളമായിട്ടുള്ള ഒരു വരനാണ്, അല്ലെങ്കിൽ ഒരു വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ച് പിന്നീട് എന്താണ് അങ്ങോട്ട് സംഭവിക്കുന്നത്? ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സംശയമുണ്ടായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കാമല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, പലരുടെയും ജീവിതത്തിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതായത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ആൺ സുഹൃത്തുക്കളുണ്ടാവും, പെൺസുഹൃത്തുക്കൾ
ഉണ്ടാവും. ഈ ഗൗരികൃഷ്ണയുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത് കേട്ടോ, അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവരെന്തുകൊണ്ടാണ് പിരിഞ്ഞതെന്നും നമുക്കറിയില്ല. പക്ഷേ എന്നാലും ഇവരുടെയൊക്കെ ജീവിതത്തിൽ കുറേയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സുഹൃത്ത് ബന്ധം തന്നെയാണ്. ഈ സുഹൃത്തുക്കളെ തന്നെയാണ് മിക്ക ഫാമിലികളുടെയും വില്ലൻ എന്നേ ഞാൻ പറയുകയുള്ളൂ. അതായത് ഈ പെണ്ണുങ്ങൾക്ക് സുഹൃത്ത് ബന്ധം വന്നു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവൻ എന്തൊക്കെ പുരോഗമനവാദിയായി പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവലയിൽ പ്രസംഗിക്കുന്നുണ്ടാവും ചില ആൾക്കാർ. അതായത് പുരോഗമനവാദത്തെ പറ്റിയിട്ടായിരിക്കും പ്രസംഗിക്കുന്നുണ്ടാവും. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓനില്ലേ, ഓൻ ഭയങ്കരമായിട്ട് ഓൻ്റെ കാര്യത്തിൽ ഓൻ ഭയങ്കര ഇതായിരിക്കും. അവിടെ ഭാര്യനെ വേറെ ആരും വിളിക്കാൻ പാടില്ല, അതുപോലെ മക്കൾ പുറത്തു പോകാൻ പാടില്ല, മക്കൾ ട്രൗസറിട്ട് നടക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ളവൻ്റെ മക്കളുടെ കാര്യത്തിൽ എന്തായി എന്നൊരു കുഴപ്പമില്ല. അതെങ്ങനെയെങ്കിലും പൊട്ടിച്ച് കൈ കൊടുക്കാനാണെന്നോ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ. നമ്മൾ വിചാരിക്കും ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പോകാൻ വിചാരിക്കും എന്താ പറയാറിയാ, നീ ഇനിയും തന്നെ അഭിനയിച്ചോ, നിനക്കുള്ള സുഹൃത്തുക്കളൊക്കെ നിന്നോട്ടെ. പിന്നെ ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ചില മാനം കെട്ട ടീമുകളുണ്ട്. അതായത് വൃത്തികെട്ടവന്മാരെന്നേ ഞാൻ പറയുള്ളൂ. ഓവറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം എടുക്കുന്ന ചില സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്ന സഹോദര സ്നേഹമാണ്, മണ്ണാങ്കട്ടയാണ്. പലയാൻ്റെയും ജീവിതത്തിൽ പോയിട്ട് എന്താണോ നിന്റെ തകർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കലാണോ മറ്റോനാ, ഇങ്ങനെയാ പറയാറുണ്ട്. മനസ്സിലാക്കുക, അതാണ് സംഭവിക്കുന്നത്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സുഹൃത്തിൻ്റെ പിന്നെ കാര്യവും തീരും, അതുപോലെ തന്നെ മറ്റവൻ്റെ കാര്യവും തീരും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പലരുടെയും ജീവിതത്തിൽ സിനിമാ താരങ്ങളായാലും സീരിയൽ താരങ്ങളായാലും ഈ ഒരു കാര്യത്തിൽ വളരെയധികം സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ ജീവിതം തകർക്കുന്ന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള വേട്ടാവലിയും സുഹൃത്തുക്കളായിരിക്കും. പലരുടെയും ജീവിതമുണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലരും എന്ന് പറഞ്ഞാൽ സംശയത്തിൻ്റെ ഇതിൽ തന്നെയാണ്. പിന്നെ ചില വിദ്വാന്മാർ ഇങ്ങനെയാണ്, എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പോൾ തന്നെ സ്ഥലം വിടില്ല. ഇപ്പോൾ ഇതിനിടക്ക് വന്നില്ലേ ഒരു ബിഗ് ബോസിനെങ്ങാറ്റി ഒരു നടൻ വന്നിരുന്നല്ലോ, ഓൻ ഭയങ്കരമായിട്ട് എന്തായിരുന്നു കല്യാണം കഴിച്ചപാട് ഓളെ കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും ഒന്നും പറയണ്ട. അവസാനം കുട്ടിയായി കഴിഞ്ഞപ്പോൾ നല്ല വലിയും ചെയ്തായിരുന്നു. ഇപ്പോഴാ കുട്ടീനെ നോക്കിയിട്ട് ഇവളിങ്ങനെ നിൽക്കുന്നതായിരുന്നു. ഓനാണെങ്കിൽ വേറെ കല്യാണവും കഴിച്ചു. അപ്പോൾ ഇവന്മാർക്കെല്ലാം വേറെ കല്യാണവും കിട്ടും. എന്നാൽ ഈ പിന്നെ ഒരു കുട്ടിയായി കഴിഞ്ഞാലോ ഇവളെ പിന്നെ ആരും കെട്ടാനും ഉണ്ടാവില്ല. ഇവള് പിന്നെ ഇതിനെ കൊണ്ട് ഇതൊക്കെ ഇത് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ എന്താ പറയേണ്ടത്, അമ്പിളി ദേവീൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അമ്പിളി ദേവി 2 കല്യാണം കഴിച്ചു, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഞ്ഞുപോയി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് ആ 2 കുട്ടികളെയും നോക്കിയിരിക്കേണ്ടി വന്നില്ലേ. അവർക്ക് വേണ്ടിയിട്ടല്ലേ ഈ അമ്പിളി ദേവി ഇപ്പോഴും ജീവിക്കുന്നത്. അങ്ങനെ പല നടിമാരുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇവരൊക്കെ സ്റ്റാറായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ ഇവരാണ് നല്ലവർ എന്ന് നമുക്കറിയാതെ തോന്നിപ്പോകും. പക്ഷേ പിന്നീട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നരകമായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്പണ്ട. നിങ്ങൾ ഒരാളെ പോലും നമ്പണ്ട. നിങ്ങൾ വിചാരിക്കുമ്പോൾ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ മണ്ണാങ്കട്ടിയാണെന്ന്. ഒരു തേങ്ങയല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങളോ നിങ്ങളുടെ കുടുംബം നടക്കണോ ഒന്നും ഉണ്ടാവില്ല. അവനൊക്കെ അങ്ങനെ അനാവശ്യമായിട്ടൊക്കെ വിളിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഞാൻ പറയാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതായത് മറ്റേ ഗൗരി കൃഷ്ണ എന്ന് പറയുന്ന ആ സഹോദരിയുടെ ജീവിതം അവർ വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതാണ്. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് മാത്രം അറിയില്ല. പക്ഷേ അവരിപ്പോഴും വേർപിരിയുന്നു എന്ന് പറയുന്നൊരു വാർത്തയാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പലരുടെയും കുടുംബത്തിൽ വില്ലനായി വരുന്നവന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം. സൂക്ഷിച്ചേ മതിയാവൂ. കാരണം എന്താ, ജീവിതം നിങ്ങളുടേതാണ്. ഹൈപ്പ് ചെയ്തോട്ടാ, മറക്കണ്ട.